ദൈവതുല്യരായി കാണുന്നവരുടെ പേരിനി പറയൂ. എ പത്മകുമാർ പരാമർശിച്ച ദൈവതുല്യരിലേക്ക് കടക്കുകയാണോ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണം? പത്മകുമാർ കടകംപള്ളി സുരേന്ദ്രനെ ഉദ്ദേശിച്ചാണോ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയത്? ഏതായാലും നിരവധി സംശയങ്ങൾ ഉയരുന്ന ഘട്ടത്തിലേക്കാണ് അന്വേഷണം കടന്നു ചെല്ലുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടന്നു എന്ന സൂചന നൽകുന്നതാണ് SITയുടെ പുതിയ നീക്കം. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് SIT ഉദ്യോഗസ്ഥർ കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴി രേഖപ്പെടുത്തിയത്. SITയുടെ ഈഞ്ചക്കലിലെ ഓഫീസിൽ നടന്ന മൊഴിയെടുപ്പ് 2 മണിക്കൂർ നീണ്ടു. മൊഴിയെടുത്തുവെന്ന് കടകംപള്ളിയും സ്ഥിരീകരിച്ചു. 2019 ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു. പത്മകുമാർ അടക്കമുള്ള പറയുന്നത് താങ്കളുടെ പേരാണ്, അതുകൊണ്ടാണ് ആ വിഷയത്തിൽ എന്തെങ്കിലും മറുപടി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലെ ഭക്തൻ എന്ന നിലയിൽ പരിചയമുണ്ടെന്നാണ് കടകംപള്ളിയുടെ മൊഴി. ശബരിമലയിലെ സ്പോൺസർ എന്ന നിലയിൽ അറിയാം, അതിനപ്പുറം മറ്റു പരിചയങ്ങളില്ല. ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങളിൽ മന്ത്രി എന്ന നിലയിൽ ഇടപെട്ടിട്ടില്ലെന്നും മൊഴി നൽകിയതായാണ് വിവരം. 2025 സ്വർണ്ണപ്പാളികൾ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടതുമായി ബന്ധപ്പെട്ടാണ് മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിനെ ചോദ്യം ചെയ്തത്. 2019 നടന്നത് സ്വർണ്ണക്കൊള്ളയെങ്കിൽ 2025 നടന്നത് കൊള്ള മറയ്ക്കാനുള്ള നീക്കമെന്ന് ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കടകംപള്ളിയുടെയും PS പ്രശാന്തിന്റെയും മൊഴിയിൽ SIT വിശദമായ പരിശോധന നടത്തും. നേരത്തെ ലഭിച്ച മൊഴികളും തെളിവുകളും പരിശോധിക്കും. മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ വീണ്ടും വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ മുൻമന്ത്രി പൂർണ്ണമായും സംശയനിഴലിലാകും. 2019 ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരും ചേർന്ന് ഇത്രയും വലിയ നീക്കം നടത്തിയിട്ട് മന്ത്രി എന്തുകൊണ്ടതറിയാതെ പോയി എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതേസമയം SITയുടെ അന്വേഷണത്തിൽ വിമർശനവുമായി വീണ്ടും ഹൈക്കോടതി രംഗത്തെത്തി. SITയുടെ അന്വേഷണം മന്ദഗതിയിലാണല്ലോ എന്നായിരുന്നു ഇന്ന് ഹൈക്കോടതി ചോദിച്ചത്. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.